ജില്ലയിലെ കോൾ നിലങ്ങളിലെ നെൽകൃഷി വൻ നഷ്ടത്തിൽ. പല പാടശേഖരങ്ങളിലും വിളവ് മുൻ വർഷങ്ങളേക്കാൾ 50% കുറഞ്ഞത്. അരിമ്പൂർ പഞ്ചായത്തിലെ 19 പാടശേഖരങ്ങളിലായി ഏകദേശം 3200 ഏക്കറോളം കൃഷിയിൽ കർഷകർക്ക് വൻ നഷ്ടമാണുണ്ടായത്. ഒരു ഏക്കറിന് ഏകദേശം 30,000 രൂപയുടെ നഷ്ടമാണ് കർഷകർക്കുണ്ടായത്. കാലാവസ്ഥാ വ്യതിയാനത്തെ തുടർന്ന് 2 മേഖലകളായി തിരിച്ചാണ് ഏതാനും വർഷങ്ങളായി കൃഷി ഇറക്കുന്നത്. സ്വാഭാവികമായും രണ്ടാം മേഖലയിൽപ്പെടുന്ന അരിമ്പൂരിലെ പാടശേഖരങ്ങൾ ഉൾപ്പെടെയുള്ള കോൾനിലങ്ങളിൽ വൈകിയാണ് കൃഷി ഇറക്കിയത്. ചില പാടശേഖരങ്ങളിൽ ഒരേക്കറിൽ നിന്ന് 3.5 ചാക്ക് നെല്ല് മാത്രമാണ് കിട്ടിയതെന്ന് അരിമ്പൂർ സംയുക്ത കോൾ പാടശേഖര സമിതി സെക്രട്ടറി കെ അശോകൻ പറഞ്ഞു. കൃഷിമേഖലയിൽ നിന്ന് കർഷകരെ അകറ്റുന്ന ഭീമമായ നഷ്ടമാണ് കർഷകർക്ക് സംഭവിച്ചതെന്നും കാർഷിക സർവകലാശാലയിലെ വിദഗ്ധർ ഇതിനെക്കുറിച്ച് വിശദമായ പഠനം നടത്തണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. പകുതി ഒരു ഏക്കറയ്ക്ക് 7 ചാക്ക് നെല്ല് പോലും കിട്ടാത്ത അവസ്ഥയുണ്ട്. പലരും നെല്ല് കൊയ്തെടുക്കാത്ത അവസ്ഥയുണ്ട്. കാരണം അത്രയധികം വലിയൊരു നഷ്ടത്തിലാണ്. കൊയ്തെടുക്കുന്ന കാശ് പോലും കിട്ടാത്തൊരവസ്ഥയിൽ ആ നെല്ല് കൊയ്യണ്ട എന്നുള്ള കർഷകരുടെ തീരുമാനം പോലും ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ ഒരു കാരണം ഞങ്ങളെ സംബന്ധിച്ചോളം, കർഷകരെ സംബന്ധിച്ചിടത്തോളം പറയാനുള്ളത്, കൃഷി നേരം വൈകി പോയിട്ടുണ്ട്. അതിൻ്റെ ഒരു പോരായ്മയായിരിക്കാം. അല്ലെങ്കിൽ കാലാവസ്ഥ വ്യതിയാനം, മറ്റ് കീടങ്ങളുടെ വലിയൊരു ആക്രമണം ഉണ്ടായിട്ടുണ്ട്. അതായത് ഇലകരിച്ചൽ, തണ്ടുതിറപ്പൻ, ഓലചുരുട്ടി മുതലായവരുടെ കേടും വളരെയധികം ബാധിച്ചിട്ടുണ്ടായിരുന്നു ഈ വർഷത്തെ കൃഷിക്ക്. അപ്പോൾ ഇതെല്ലാം എന്തുകൊണ്ടാണ് സംഭവിച്ചത് എന്നുള്ളത് കാർഷിക യൂണിവേഴ്സിറ്റി ഒരു പഠനം നടത്തി തീർച്ചയായിട്ടും അടുത്ത വർഷമെങ്കിലും ഇത് നമ്മൾക്ക് ഒഴിവാക്കി കിട്ടുന്നതിന് വേണ്ട ഒരു നടപടി ഉണ്ടാകണമെന്ന് ആണ് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. കൂടാതെ ഈ നഷ്ടം വന്നതിലേക്ക് കർഷകർക്കൊരു ചെറിയ സാമ്പത്തിക സഹായം കൊടുക്കണമെന്നും കൂടി ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്. കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ ഭാഗമായുള്ള കടുത്ത ചൂടിന് പുറമെ കീടബാധയും കൗട്ട, വരിനെല്ല് തുടങ്ങിയ കളകളുടെ ആധിക്യവും ഇത്തവണ കൃഷിയിൽ ഏറെ പ്രതിസന്ധി സൃഷ്ടിച്ചിരുന്നു. കൃഷിവകുപ്പും കാർഷിക വിദഗ്ധരും നൽകിയ പ്രതിരോധ പരിഹാര നിർദ്ദേശങ്ങളൊന്നും ഇത്തവണ വിലപ്പോയില്ലെന്നാണ് കർഷകർ പറയുന്നത്. രാസവളങ്ങളുടെയും കീടനാശിനികളുടെയും കാലങ്ങളായുള്ള പ്രയോഗം മൂലം പാടത്തെ മണ്ണിന്റെ ഉർവരതയും ഫലഭൂയിഷ്ടിയും ഇല്ലാതായി. കാലാവസ്ഥാ വ്യതിയാനം മൂലം കൃഷിയിറക്കലും കൊയ്ത്തും 2 മാസത്തോളം വൈകിയ സാഹചര്യത്തിൽ കടുത്ത ചൂടും വരൾച്ചയും നെൽച്ചെടികളെ ദോഷകരമായി ബാധിച്ചു. വിത്തിന്റെ ഗുണമേന്മക്കുറവും നെൽകൃഷിനാശത്തിന്റെ കാരണമായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. കൃഷിയിൽ ദീർഘകാലത്തെ അനുഭവ സമ്പത്തും പ്രായോഗിക പരിജ്ഞാനവുമുള്ള കർഷകരെ അവഗണിച്ച് പരിചയസമ്പത്തില്ലാത്ത ചില കൃഷി ഉദ്യോഗസ്ഥരുടെ നിലപാടുകളും നെൽകൃഷിക്ക് വന്നു ചേർന്ന ദുരവസ്ഥയ്ക്ക് കാരണമായെന്ന ആക്ഷേപവും ഉയരുന്നുണ്ട്. TCV ന്യൂസ്, തൃശൂർ.